അതിലിപ്പോൾ 1.5 വർഷത്തോളം ഞാൻ ലോസിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 6 മാസമായിട്ടുള്ളപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് 6 മാസം പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ വിനീതിനോട് ചോദിച്ച സമയത്ത് വിനീത് പറഞ്ഞു പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചിറങ്ങിയ ഉടനെ എവിടെ നിന്ന് 1.5 ലക്ഷം രൂപയുടെ ജോലി കിട്ടുന്നത് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ വിനീത് പറഞ്ഞു അതല്ല, ഞാൻ ട്രേഡിങ്ങിനാണ് ജോലി എന്ന് ഉദ്ദേശിച്ചെന്ന് എന്നോട് വിനീത് അപ്പോൾ പറഞ്ഞത്. വിനീതിന് ഒരു ഭയങ്കരമായിട്ടുള്ള ലോസ് വന്നപ്പോഴാണ്, അല്ലെങ്കിൽ പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നുന്നൊരു ലോസ് വന്നപ്പോഴാണ്? ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ജോലിയും ഞാൻ ഈ ഒരു എമൗണ്ട് കിട്ടില്ല. ഇനിയാണ് നമ്മുടെ ഒരു ക്രൂഷ്യൽ പാർട്ട്, സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് നമുക്ക് വരാം. സ്ട്രാറ്റജിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഇത് ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്? പ്രോഫിറ്റ് കിട്ടുന്നില്ല, പിന്നെ അങ്ങോട്ട് ഇതൊന്നും അങ്ങനെയല്ല, മൊത്തം സ്കാമാണ്, കളിപ്പീരാണ് എന്ന് പറഞ്ഞിട്ട് നേരെ വിട്ട് ഓക്കെ ട്രേഡിംഗ് ഒന്നും അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ശരിക്കും അങ്ങനെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഭയങ്കരമായിട്ട് ആ ഒരു എന്താണ് ലോൺലിനെസ് തോന്നാറുണ്ടോ? ഹായ് എവ്രിവൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഓപ്ഷൻ ട്രേഡറാണ്. വിനീത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. വിനീതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വിനീത് ഒരു ഫുൾ ടൈം ട്രേഡറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിനീതിൻ്റെ ജേണിയും അതേപോലെ വിനീതിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിനീത്, വെൽക്കം. താങ്ക് യു. ഓക്കെ, അപ്പോൾ വിനീത് എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ? ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? ട്രേഡിംഗ് അടിപൊളിയായി പോകുന്നു. ഓക്കെ, വിനീതിനെ ഇപ്പോൾ യങ് ആണ്, ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിനീതിന് ഇപ്പോൾ എത്ര ഏജ് ഉണ്ട്? 22. അപ്പോൾ എന്താ പഠിച്ചേ വിനീത്? ഞാൻ ഡിഗ്രി BCA ആയിരുന്നു. BCA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ട്രേഡിങ്ങും ഇത് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. എങ്ങനെ ഈ ട്രേഡിങ്ങിലോട്ട് നമ്മൾ എത്തിപ്പെട്ടത്? അതായത് പഠിക്കുന്ന സമയത്താണോ ട്രേഡിങ്ങിനെ പറ്റി അറിഞ്ഞത്, അതോ പഠിത്തം കഴിഞ്ഞിട്ടാണോ അറിഞ്ഞത്? എങ്ങനെയാണ്, ഏത് സമയത്താണ് ട്രേഡിങ്ങിനെ പറ്റി അറിഞ്ഞത്? ട്രേഡിങ്ങിനെ പറ്റി എൻ്റെ 2-3 കൂട്ടുകാർ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഇത്ര പ്രോഫിറ്റ് ആയി, ഇത്ര ലോസ് ആയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കുന്നത് ഡിഗ്രി കഴിഞ്ഞതിന്റെ ശേഷം തന്നെയാണ്. ഡിഗ്രി ഉള്ള ടൈമിലൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഓപ്ഷൻ ഈ ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞ ശേഷം ഏത് കോഴ്സ് എടുക്കേണ്ടത് എന്നുള്ളൊരിത് ഇങ്ങനെ ഓരോന്ന് അന്വേഷിച്ചപ്പോഴാണ് പിന്നെ ഈ ട്രേഡിങ് എന്നുള്ളൊരു, പിന്നെ കെൻ സാറിന് മുസമിൽ സാറിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴാണ് ട്രേഡിങ് എടുക്കാന്നുള്ള ഒരു ഇതായിട്ട് മില്യൺ ഡോളേഴ്സിൽ പിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഒരു ട്രൈ ആയിരുന്നല്ലേ, ഒരു കോഴ്സ് എന്താ ചെയ്യണം എന്നുള്ള ഒരു ട്രൈ ആയിരുന്നല്ലേ? അപ്പോൾ ശരിക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെയാണോ സ്റ്റാർട്ട് ചെയ്തത്? നേരെ ഓപ്ഷൻ, ഇപ്പോൾ വിനീതിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വിനീത് ഒരു ഓപ്ഷൻ സെല്ലറാണ്. അപ്പോൾ വിനീത് സ്റ്റാർട്ട് ചെയ്ത ഓപ്ഷൻ സെല്ലിങ്ങിൽ തന്നെയായിരുന്നു? അല്ല, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോറക്സിലായിരുന്നു. ഫോറക്സ് ആയിരുന്നു. അപ്പോൾ ഫോറക്സ് എന്ത് പറ്റി, നിർത്തിയോ? ലീഗൽ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ പിന്നെ ഓപ്ഷൻ ബൈയിങ് ആയി. ഓപ്ഷൻ ബൈയിങ്ങിലും ഒരുപാട് ലോസസ് വന്നിരുന്നു. മറ്റേ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ഈ ഓവർ ട്രേഡിങ്ങും കറക്റ്റ് പൈസ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ടൈമിലൊരു ക്യാപിറ്റലും ചെറുതായിരുന്നു. അപ്പോൾ കറക്റ്റ് പൈസ മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ കൂടുതൽ വേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ ഓക്കെ അല്ലാത്തതുകൊണ്ടാണോ, അതോ അവിടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ ഓപ്ഷൻ സെല്ലിങ്ങിലോട്ട് ഒരു ഹ്യൂജ് ക്യാപിറ്റൽ റേസ് ചെയ്ത്, അല്ലെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങിൽ തന്നെ ഹ്യൂജ് ക്യാപിറ്റൽ റേസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ എന്തുകൊണ്ടാണ്? ഞാൻ ഓപ്ഷൻ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 5,000 റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷം കുറേ കാലം ഈ ഓപ്ഷൻ ബൈയിങ് തന്നെയായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഓപ്ഷൻ സെല്ലിങ്ങിക്ക് വന്നപ്പോൾ കുറച്ചും കൂടി ക്യാപിറ്റൽ റൈസ് ചെയ്യാന്നുള്ളൊരിത് വന്ന്. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ കിട്ടി. പിന്നെ ഇതിൽ കറക്റ്റ് ഇമോഷൻസും മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് ലോസ് തോന്നിയിരുന്നു ഓവർ ട്രേഡിങ്ങും. പിന്നെ ഒരു ട്രേഡ് എടുത്താൽ അത് ലോസ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ പ്രോഫിറ്റ് ആക്കാൻ വേണ്ടി അടുത്ത ട്രേഡ് എടുക്കും. അങ്ങനെ ഓവർ ട്രേഡിങ് ഒന്നും, പിന്നെ കറക്റ്റ് റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും ഒന്നും നടന്നില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് വന്നു. അങ്ങനെ ഇപ്പോൾ ഓപ്ഷൻ സെല്ലിങ് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓപ്ഷൻ സെല്ലിങ് ശരിക്കും ഓക്കെ ആയിട്ടാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഇതിൽ നിൽക്കാൻ തന്നെ കാരണം. ഈ ഓപ്ഷൻ ബൈങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ? ഭയങ്കര എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? ഫ്രസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ടൈമിലായിരുന്നു ഓപ്ഷൻ, കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഓപ്ഷൻ ബൈയിങ്ങിക്ക് വന്നത്. ഓപ്ഷൻ ബൈയിങ്ങിലാകുമ്പോൾ വേറൊരു ഇൻകം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഓപ്ഷൻ ബൈയിങ് മാത്രമായപ്പോൾ വേറെ പറയാനുള്ളൊരു ഇൻകം ഇല്ല. പിന്നെ ഒരുപാട് മാസങ്ങളായിട്ട് തന്നെ ഞാൻ ലോസിലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ടൈമിൽ ഭയങ്കര ആകെ ഡൗൺ ആയിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇതായിട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആക്കി. ഓപ്ഷൻ സെല്ലിങ്ങിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അത് പിന്നെ ഓപ്ഷൻ സെല്ലിങ്ങിൽ തന്നെ ഇതാക്കി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബൈയിങ്ങിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് സെല്ലിങ്ങിലോട്ടാക്കി.
ഇപ്പോൾ നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ്, ഇപ്പോൾ എനിക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ട്, എൻ്റെ വീട്ടിലൊട്ട് സപ്പോർട്ടില്ല, വീട്ടിലിപ്പോൾ ട്രേഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, വേണ്ട വേറെ ജോലി കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ഇപ്പോൾ ട്രേഡിങ് കൂടെ അതിൻ്റെ കൂടെ പോലും ചെയ്യാൻ വേണ്ട, അതൊക്കെ പൈസ പോകുന്ന കേസ് മാത്രമാണ്. അപ്പോൾ വിനീതിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ? ശരിക്കും ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പൈസ പോകുന്നത് മാത്രമാണ്, എഫക്റ്റീവായിട്ട് ചെയ്താൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രേഡിങ്. അതെ അതെ, പക്ഷേ ഇതിനുള്ളൊരു ടൈം എന്തായാലും വരും. ഇതിനിപ്പോൾ ഏതൊരു ബിസിനസ്സിനെ പോലെ തന്നെ ഒരു ട്രേഡിങ്ങും ഫസ്റ്റ് ലോസിലാവും, പിന്നെ ബ്രേക്കിങ്ങിൽ എത്തുള്ളൂ, പിന്നെ പ്രോഫിറ്റ് എത്തുള്ളൂ. ആ ഒരു ടൈം ട്രേഡിങ്ങിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൊടുക്കണം. ഞാൻ എൻ്റെ 2 വർഷമായി ഇപ്പോൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതിലിപ്പോൾ 1.5 വർഷത്തോളം ഞാൻ ലോസിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 6 മാസമായിട്ടുള്ള ഇപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് 6 മാസം പ്രോഫിറ്റ് ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഭയങ്കര ഡൗൺ ആവും. ഈ 1.5 ഇത്രയും കാലം ലോസിലാവുമ്പോൾ എന്തായാലും ഡൗൺ ആവും. അപ്പോൾ അതിന് ശേഷം പിന്നെ ഓപ്ഷൻ സെല്ലിങ്ങിക്ക് അങ്ങനെയാണ് വന്നത്. ഓപ്ഷൻ സെല്ലിങ്ങിക്ക് ശരിക്കും ലീവ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ ട്രേഡിങ്? അതായത് 1.5 കൊല്ലം ലോസ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഞാനും എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ അതേപോലെ ആ ഒരു ടൈമിലാണ് എൻ്റെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ടൈം വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പ്രഷറായിരുന്നു. അതായത് വലിയ കാര്യമായിട്ട് പ്രോഫിറ്റബിൾ ആവുന്നില്ല, ക്യാപിറ്റലും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ചെറിയ റിട്ടേൺസും ആണ് കിട്ടുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര എന്താണ് ട്രേഡിംഗ് ആണ് എന്ന് പറയാനും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, മെച്ചമുണ്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് പൊതുവേ കേൾക്കാറ്. അപ്പോൾ ഇനി ഇതാ 1.5 കൊല്ലം എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ആ ഒരു ജേണി പറയുവാണെങ്കിൽ? ഇത് ആ ടൈം ഭയങ്കര ഇതായിരുന്നു, കഷ്ടപ്പാടായിരുന്നു. ഇതിൽ ടോട്ടൽ ലോസ് ആവും, പിന്നെ വേറൊരു ഇൻകം വരാനില്ല. ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ട്രേഡിങ്ങിക്ക് വന്നതുകൊണ്ട് തന്നെ വേറെ ജോബൊന്നും നോക്കിയിരുന്നില്ല. അപ്പോൾ ഈ ട്രേഡിങ് ഇന്ന് മാത്രമുള്ള ഇൻകം ആയതുകൊണ്ട് വേറൊരു ഇൻകം വരാനില്ല. അപ്പോൾ ഒരുപാട് ലോസ് വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു, ഡൗൺ ആയിരുന്നു. അങ്ങനെ ഇതിൽ 1.5 വർഷമൊക്കെ ലോസിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ഓക്കെ ആയി ഓപ്ഷൻ സെല്ലിങ്. വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അതായത് ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഒട്ട് പച്ച പിടിക്കുന്നില്ല, ലോസ് ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എന്തായിരുന്നു റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നത്? വീട്ടുകാരെ ഫസ്റ്റ് ആദ്യമൊന്നും ഈ ട്രേഡിങ്ങിന് അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏതൊരു പേരൻസിനെ പോലെ അവരുടെ കാലഘട്ടത്തിൽ അധികം ട്രേഡിങ് അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ അറിഞ്ഞില്ല. അപ്പോൾ ഈ എൻ്റെ വീട്ടുകാർ പിന്നെ അധികം ഗവൺമെൻറ് ജോലിക്കാരാണ്. അപ്പോൾ ആ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതിക്ക് ഇറങ്ങിയ രക്ഷപ്പെടുമോ, പിന്നെ ഉള്ള അധിക പേര് ലോസുമാണ്, ഇതിക്ക് ഇറങ്ങിയ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ഡൗട്ട് എന്തായാലും ഇത് വീട്ടുകാർക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ഡൗട്ട് എൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഗവൺമെൻറ് ജോലി തന്നെ പറയുന്നത്, പക്ഷേ എന്നാലും ആദ്യത്തെ അത്ര പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ വിനീതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി തന്നെ അറിയാം, വിനീതിന് ഏകദേശം കഴിഞ്ഞ മാസം 14 അല്ലേ? 14% പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ എന്നിട്ടും വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ജോലി തന്നെയാണല്ലേ? അല്ലെങ്കിൽ പിന്നെ ജോലിയുടെ ഒപ്പം കൊണ്ടുപോയിക്കോന്ന് പറയലുണ്ട്, അല്ലാണ്ട് ഇത് ട്രേഡിങ് മാത്രമായിട്ട് കൊണ്ടുപോകണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻ ലാക്സ് തന്നെ ഇൻകവും വരുന്നുണ്ട്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആ ഒരു ഇതുണ്ടല്ലേ. ശരിക്കും ഇങ്ങനെ തന്നെ, അതായത് ഞാൻ ഒരിക്കൽ വിനീത് എന്നെ ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. അങ്ങനെ വിളിച്ച സമയത്ത് വിനീത് ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഇൻകം ഉണ്ട്, എനിക്കൊരു 1.5 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ടെന്ന് അന്ന് എന്നോട് പറഞ്ഞു. എനിക്കൊരു സാലറി കിട്ടുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിനീതിനോട് ചോദിച്ച സമയത്ത് വിനീത് പറഞ്ഞു പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചിറങ്ങിയ ഉടനെ എവിടെ നിന്ന് 1.5 ലക്ഷം രൂപയുടെ ജോലി കിട്ടുന്നത് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ വിനീത് പറഞ്ഞു അതല്ല, ഞാൻ ട്രേഡിങ്ങിനാണ് ജോലി എന്ന് ഉദ്ദേശിച്ചെന്ന് എന്നോട് വിനീത് അപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ശരിക്കും ഇങ്ങനെ ട്രേഡ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണോ, അതായത് ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഫുൾ ടൈം ട്രേഡേഴ്സായിട്ട് ലൈക്ക് കെയർ ഫ്രീ ആയിട്ട് അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അതോ വിനീതിന് എന്താണ് ആഗ്രഹം? ലൈക്ക് ഇനിയും ട്രേഡിങ് തന്നെയാണോ, അതോ വേറെ എന്തെങ്കിലും ബിസിനസ്സോ ജോലിയോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ട്രേഡിങ് മാത്രമായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ട്രേഡിങ് രണ്ടും കൂടി ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ്. ഇപ്പോൾ വിനീത് ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത് പറഞ്ഞു. ഇപ്പോൾ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ ട്രേഡിങ് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇല്ല, ഓപ്ഷൻ സെല്ലിങ് ഞാൻ അത്ര ടൈം ഇതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യില്ല, ചാർട്ടിൻ്റെ മുകളിലായാലും അങ്ങനെ സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ ഓപ്ഷൻ സെല്ലിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും അത്ര ഇഷ്യൂ വരില്ല തോന്നുന്നു, ഈ ജോബിൻ്റെ ഒപ്പം ആയാലും ഈ ബിസിനസ്സിൻ്റെ ഒപ്പം ആണെങ്കിലും.
അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വിനീതിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ, അപ്പോൾ ഈ എപ്പോഴും നമ്മൾ പൊതുവെ ഇങ്ങനെ കാണാറുണ്ട്, അതായത് എപ്പോഴും സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ 3:30 വരെ മാർക്കറ്റ് തുടങ്ങുമ്പോൾ തൊട്ട് 3:30 വരെ നമ്മളെന്താ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഇങ്ങനെ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും ട്രേഡിങ്ങിൻ്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ മാത്രമാണ് നമ്മൾ ട്രേഡിങ്ങിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് വിനീത് എങ്ങനത്തെ ട്രേഡാണോ, 24 മണിക്കൂർ അല്ലെങ്കിൽ മാർക്കറ്റ് തുടങ്ങുന്നത് തൊട്ട് എൻഡ് വരെ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളാണോ, അതോ സിസ്റ്റം ബേസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതാണോ, ഒരു ഇന്ന സ്ട്രാറ്റജി ഇന്ന പോലെ ഇന്ന സമയത്ത് എന്ന രീതി എൻ്റർ ചെയ്യുന്ന ആളാണോ? ഞാൻ ഇപ്പോൾ ഒരു തലേ ദിവസത്തെ എക്സ്പയറിക്ക് ഒരു എൻട്രി എടുക്കും, പിന്നെ നെക്സ്റ്റ് കുറച്ചും കൂടി നിയർ സ്ട്രൈക്ക് ആയിട്ട് എക്സ്പയർഡ് അന്ന് ഒരു എൻട്രി എടുക്കും. അപ്പോൾ അങ്ങനെ അധികം ടൈം സ്പെൻഡ് ചെയ്യണില്ല, പക്ഷേ സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്നിട്ട് തന്നെ അതിൻ്റെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആണ് അങ്ങനത്തെ ഒക്കെ ഒരുപാട് നോക്കാറ്. അതായത് നമ്മൾ ട്രേഡിംഗ് എന്ന രീതിയിൽ എപ്പോഴും സിസ്റ്റത്തിന് ഫ്രണ്ടിൽ ഇരിക്കേണ്ടി വരുന്നില്ല, ബാക്കി അല്ലാതെ ബാക്കി ഇൻവെസ്റ്റ്മെന്റ് ആയാലും പിന്നെ ഈ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ. അതല്ലാതെ ഈ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ ഈ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ മാത്രമേ ഇരിക്കുന്നു എന്നിട്ട് ട്രേഡ് ചെയ്യുന്നു ആ ഒരു കോൺസെപ്റ്റ് അല്ലല്ലോ. ഫുൾ ഒരു സിസ്റ്റം ബേസ്ഡ് എന്ന രീതിയിൽ ഇന്ന സമയത്ത് ഇന്ന പോലെ എൻട്രി എടുക്കുന്നു, പിന്നെ ഇങ്ങനെ പോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അങ്ങനെ ഒരു രീതിയാണല്ലേ. അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഒരു ഗ്ലാമർ സൈഡ് പറഞ്ഞു, അതായത് കഴിഞ്ഞ മാസം 14% പ്രോഫിറ്റിന് 6 മാസമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റാണ്. ഇനി ഇതിന് ഒരു ഭയങ്കരമായിട്ടുള്ള ലോസ് വന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നുന്നൊരു ലോസ് വന്ന എപ്പോഴാണ്? അത് ഒരു 1-2 മാസം മുന്നേ ഒരു HDFCയുടെ ഒരു ബാങ്ക് റിസൾട്ട് വന്നിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് അതിൻ്റെ എന്തോ പെർസെൻറ്റേജ് വൈസ് എന്തോ കുറവാണ്, എക്സ്പെക്ട് ചെയ്ത് അത്ര ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ എൻട്രി എടുത്തിരുന്ന ഒരു 700 പോയിന്റ്സിലാണ്, ബിലോയില് പി സൈഡ് എടുത്തിരുന്നത്. പക്ഷെ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ഒരു 1000 എബോവ് ആണ് മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു 50,000 മുകളിൽ ലോസ് വന്നിട്ടുണ്ട്. വിനീത് ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ ട്രേഡ് ചെയ്യുന്നത്? ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഇത്രയും ലോസ് വന്നു, എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യുന്നത്? അതായത് നമുക്ക് ചില സമയത്ത് നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ചില ടൈമിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത്രയും ലോസ് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു അയ്യോ ഇത് ഇത്രയും വന്നാലും ആ ഒരു ഇത് തോന്നും. എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യുന്നത്? ഓവറായിട്ട് ലൈക്ക് ഒറ്റയ്ക്കൂടാണ് അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നൂടെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ടൈം ഫേസ് ചെയ്യുന്നത്? അത് ആദ്യമൊക്കെ ലോസ് വന്നപ്പോൾ ചെറിയ ലോസ് ആണെങ്കിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഇതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ലോസ് വന്നാലും അതൊരു മന്തിൻ്റെ ആകുമ്പോൾ ഒരു പ്രോഫിറ്റിലേക്ക് എത്തിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ലോസ് വന്നാലും ഒരു അത്ര എഫക്റ്റ് ചെയ്യില്ല. അന്ന് 50K ആയിരുന്നല്ലേ ലോസ്? ആ മന്ത് ഓവറോൾ പ്രോഫിറ്റിലെത്തി. അന്ന് ചിലപ്പോൾ എത്ര പെർസെൻറ്റേജ് ഓർമ്മയുണ്ടായിരുന്നു? പെർസെൻറ്റേജസ് ഓർമ്മയില്ല. ഓക്കെ. വിനീതിനിപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ ആ ഒരു എക്സ്പീരിയൻസ്? എത്ര നാൾ ഫോറക്സ് ചെയ്തു, അത് കഴിഞ്ഞ് ഓപ്ഷൻ ബൈയിങ് അല്ലേ ചെയ്തത്? അപ്പോൾ ഓപ്ഷൻ ബൈയിങ് എത്ര നാൾ ചെയ്തു, എന്തുകൊണ്ടാണ് അങ്ങനെ അതിൽ നിന്ന് മാറിയത്, സെല്ലിങ്ങിൽ എന്താണ് ഒരു മാറ്റമായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എപ്പോഴാണ് സെല്ലിങ് മതി അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നിയൊരു പോയിന്റ് ഉണ്ടാവില്ല? പോയിന്റ് എന്നല്ല, നമുക്കിങ്ങനെ പല പല എക്സ്പീരിയൻസ് ത്രൂ ആണ് പോകുന്നത്, എന്നാൽ ആ ഒരു തോന്നിയ അതെപ്പോഴാണ്, അത് ആ ഒരു മൊത്തം ജേർണി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ സ്റ്റാർട്ടിങ് ഫോറക്സിലായിരുന്നു ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു 3-4 മന്ത്സിൽ ഫോറക്സിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നു. അത്യാവശ്യം ഓക്കെ വരുന്ന ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ലീഗാലിറ്റി ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ലീഗാലിറ്റി ഇഷ്യൂസ് മറ്റേ ഈ RBIയുടെ ഭാഗത്തുനിന്ന് ഒരു ഇത് വന്നിരുന്നു. RBIയുടെ ഭാഗത്തുനിന്ന് ലൈക്ക് നമ്മുടെ ഇന്ന ബ്രോക്കേഴ്സ് ട്രേഡ് ചെയ്യരുത്, ബ്രോക്കേഴ്സിന് ഒരു അലേർട്ട് ലിസ്റ്റിൽ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് ഫോറക്സിൽ നിന്ന് മാറി ഇത് ഒഴിവാക്കണത്. പിന്നെ ഓപ്ഷൻ ബയ്യിങ്ങിക്കായി, ഓപ്ഷൻ ബയ്യിങ്ങിക്ക് വന്ന് കൂടുതൽ റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് ഓപ്ഷൻ ബയ്യിങ്ങിക്കായി. പക്ഷേ ആ ടൈമിൽ ഒരു 5,000 ഉണ്ടായിരുന്നു ക്യാപിറ്റൽ. അപ്പോൾ അത് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് കിട്ടണ പ്രോഫിറ്റ് ഇപ്പോൾ 200-300 ആണെങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് ആവും. എന്നാൽ ലോസ് വരാച്ച ഒരു 500, 1000, 1500 വരെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ SL അടിച്ചാലും പിന്നെ തിരിച്ച് ടാർഗറ്റിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോപ്പാണ് മൊത്തത്തിൽ. അങ്ങനെ ഒരുപാട് ലോസ് വന്നു. ശരിക്കും പറഞ്ഞാൽ 1500 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ കാണും, പക്ഷെ 5000-ന്റെ 1500 എന്ന് പറയുമ്പോൾ എത്രയോ ടൈംസ് ആയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് സത്യം പറഞ്ഞാൽ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 5000 രൂപയ്ക്ക് കറക്റ്റ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഫോറക്സിനെയും പറഞ്ഞു, ഓപ്ഷൻ ബൈങ്ങിനെയും പറഞ്ഞു. ഇത് തമ്മിൽ നോക്കുമ്പോൾ ഏതാണ് കുറച്ചുകൂടെ ലൈക്ക് ചെയ്ത സമയത്ത് ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നത്? ഫോറക്സ് തന്നെയാണ്. ലൈക്ക് ഇമോഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ ഫോറക്സിൽ കുറച്ചും കൂടി ഓക്കെ ആയിരുന്നു. പിന്നെ ആ ഫണ്ട് അക്കൗണ്ട് ഒക്കെ തുടങ്ങാനുള്ള ആ ടൈമിലായിരുന്നു പിന്നെ ഇതിന്റെ ഇഷ്യൂസ്. ഓക്കെ, ചിലപ്പോൾ ഒരു നമുക്ക് വേണമെങ്കിൽ നിമിത്തം എന്നൊക്കെ പറയാം. സെല്ലിങ്ങിൽ അത്രത്തോളം
ഇപ്പോൾ ഒരു ഓക്കെ ആയിട്ട് നല്ലതായിട്ട് പോകുന്നില്ലേ, പിന്നെ നമുക്ക് അതിനൊരു നിമിത്തമായിട്ടാണ്. പിന്നെ ഏതൊരു പോയിന്റിൽ വെച്ചാണ് സെല് ചെയ്യാൻ തുടങ്ങാം? അതും സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിനിമം ഒരു 5 ലക്ഷം ക്യാപിറ്റലെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കൊരു നല്ല റിട്ടേൺസ് വരുള്ളൂ. അപ്പോൾ ഏതൊരു പോയിന്റ് വെച്ചാണ്, അതും ഈ 5000 നിന്ന് ക്യാപിറ്റൽ അത്രയും സ്കെയിൽ ചെയ്യണം, മിനിമം അത്രയെങ്കിലും സ്കെയിൽ ചെയ്യണം, അതിൽ നിന്ന് ട്രേഡ് ചെയ്യണം എന്നൊരു തോട്ട് വന്നു തുടങ്ങിയേ? ഞാൻ ഇതിന്ന് ഓപ്ഷൻ ബയ്യിങ്ങിന്ന് സെല്ലിങ്ങിക്ക് വന്ന് ഓപ്ഷൻ ബയ്യിങ് ഒരു കുറച്ച് മാസങ്ങൾ ഞാൻ ചെയ്തിരുന്നു. അത് ഒരു മാസം ഓക്കെ ആയിരുന്നില്ല. ഓപ്ഷൻ ബയ്യിങ്ങിൽ എല്ലാ മാസവും ലോസ് വരിക, കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഓപ്ഷൻ സെല്ലിങ് കൂടി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ 5 ലാഖിൻ്റെ ഓപ്ഷൻ ക്ലബിൽ ജോയിൻ ചെയ്തു. പിന്നെ അതിന് ശേഷം കാൾ ഔട്ടൊക്കെ എടുത്തതിന് ഞാൻ 1-2 ലോട്ടിൽ മാത്രമാണ്. പിന്നെ അങ്ങനെ എടുത്ത് ഒരു 2 മന്തോളം അങ്ങനെ കാൾ ഔട്ട് മാത്രമാണ് എടുത്തത്. അപ്പോൾ അതിന് ശേഷം ഒന്നും കൂടി കുറച്ചും കൂടി ഞാൻ ഇതിപ്പോൾ ഓരോ ട്രേഡ് എടുക്കണു ഞാൻ രാത്രി ഇരുന്നിട്ട് കറക്റ്റ് നോക്കലുണ്ട്. എന്താ ഇത് ലോസ് വന്നു വെച്ചാൽ എന്തുകൊണ്ടാണ് ലോസ് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഇത്ര പോയിന്റ് ഡിഫറൻസ് ഉള്ള സ്ട്രൈക്ക് എടുത്ത് എന്നൊക്കെ നോക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 2 മാസം ഇരുന്ന് നോക്കിയപ്പോൾ പിന്നെ ഏകദേശം ഒറ്റയ്ക്ക് ഞാൻ 1-2 ലോട്ട് എടുത്തിട്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിരുന്നത് 1-2 ലോട്ടിൽ കിട്ടുന്ന ഇതിൽ പ്രോഫിറ്റ് കിട്ടിയിരുന്നു. അതായത് ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ചെറിയ ലോട്ടിൽ ചെയ്ത് ഒന്ന് അതിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് വലിയൊരു ലോട്ടിലോട്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ഏകദേശം നമുക്ക് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി ഇപ്പോൾ IC അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ഇനിഷ്യ. അപ്പോൾ അങ്ങനെ IC ചെയ്യുന്ന സമയത്ത് ഒരു 50,000 രൂപയുടെ അടുത്ത് ക്യാപിറ്റൽ വേണ്ടി വരത്തില്ലോ ഒരൊറ്റ ലോട്ട്. അപ്പോൾ ലൈക്ക് എന്തായിരുന്നു ആ ഒരു ബിലീഫ് സിസ്റ്റം? ഇതിലേക്ക് 50,000 രൂപ ഒരു ഒറ്റ ലോട്ട്, മൾട്ടിപ്പിൾ ലോട്ട്സ് എടുക്കണം എന്നാലേ പ്രോഫിറ്റബിൾ. എങ്ങനെയാണ് അത്രയും രൂപ ഇൻപുട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ശരിക്കും വന്നേ? അത് ഫസ്റ്റ് കോൾ ഔട്ട് എടുത്തോണ്ട് തന്നെ ഇത് ഫസ്റ്റത്തെ 2 മാസം പറഞ്ഞാൽ ഫുള്ള് മെന്റേഴ്സിനെ ഇത് വിശ്വസിച്ച് മാത്രം ഞാൻ എടുത്താണ് ട്രേഡ്. അപ്പോൾ അതിനുശേഷം പിന്നെ 50,000 ആണെങ്കിലും ഇത്ര ചെറിയൊരു ലോസിൽ ഒതുക്കാന്നുള്ള രീതിയിലായിരുന്നു. മറ്റേ പ്രീമിയം എത്ര ചെയ്യുമ്പോൾ കറക്റ്റ് എക്സിറ്റ് ആവാന്നുള്ള രീതിയിൽ. പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ട് അങ്ങനെ ചെയ്ത്. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി ഓക്കെ വന്നപ്പോഴാണ് ഈ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു കുറച്ചും കൂടി അധികം ലോട്ടിലൊക്കെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ക്യാപിറ്റലിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാണ് 5,000 രൂപയായിരുന്നു നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിലോട്ട് വന്നപ്പോൾ അത്രയും സ്കെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡിഗ്രി കഴിഞ്ഞ് നേരെ വന്നതല്ലേ? അപ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റൽ റേസ് ചെയ്തത്? ക്യാപിറ്റൽ ഞാൻ ഫോറക്സ് സ്റ്റാർട്ട് ചെയ്തത് 1,000 റുപ്പീസിനാണ്. അപ്പോൾ അതിന് ശേഷം ഫോറക്സിൽ നിന്ന് ഓപ്ഷൻ ബയ്യിങ്ങിക്ക് മാറിയപ്പോൾ ഒരു 5,000 രൂപയിലാണ് ചെയ്തത്. പിന്നെ ഇതെല്ലാം അമ്മ വീട്ടിൽ നിന്ന് തന്നാണ്. പക്ഷെ വീട്ടിൽ അത്ര സപ്പോർട്ട് ഉണ്ടായില്ല. സപ്പോർട്ട് ഇല്ലെങ്കിലും ക്യാപിറ്റൽ തന്നൊക്കെ അമ്മ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ 5 ലാഖ് ഓപ്ഷൻ ക്ലബിൽ ജോയിൻ ചെയ്യാൻ ചോദിച്ചപ്പോൾ ഇന്നേക്കാളും കൂടുതൽ ചോദിച്ചിരുന്ന ഏട്ടനാണ് ചോദിച്ചത്. എൻ്റെ അമ്മോടെ ഇത് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട്. ഏട്ടൻ്റെ പേരെന്താ? വിവേക്. ഏട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഏട്ടനാണ് കൂടുതൽ ചോദിച്ചിരുന്നത് എനിക്ക് പൈസ തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ മറ്റേ റിട്ടയർ ആവാണ്. അമ്മ ടീച്ചറാണ്. അപ്പോൾ ആ റിട്ടയർമെന്റിന്റെ എമൗണ്ട് വെച്ചിട്ട് അങ്ങനെയാണ് തന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഇതിലാണ് ട്രേഡ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഓപ്ഷൻ സെല്ലിങ്. അതെ, പൈസ തന്ന അമ്മയോടും അതേപോലെ ഏട്ടനോടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണല്ലേ? ഒരൊറ്റ കാര്യം കൊണ്ടല്ല, സോറി, അത്രയും അതായത് വിശ്വസിച്ച് അങ്ങനെ ഒരു എമൗണ്ട് തരണം. ഇത്ര ഏട്ടനായാലും ഇത്ര ഒരു എമൗണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അമ്മയാണെങ്കിലും ഇത്ര ഒരു എമൗണ്ട്, അതൊരു 21-20 വയസ്സായ ഒരാൾക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു എല്ലാ പേരൻസിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അത് തരാനുള്ളൊരു മൈൻഡ് അമ്മ കാണിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ചേട്ടൻ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പൈസ അങ്ങനെ വന്ന സമയത്ത്. അതെ, ഇതിപ്പോ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ചെയ്തപ്പോഴും അങ്ങനെ ഓക്കെ ആയിരുന്നില്ല ഫസ്റ്റ് ഒന്നും. പക്ഷെ 5 ലക്ഷം ഈ ഓപ്ഷൻ ക്ലബിൽ ജോയിൻ ചെയ്തപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കോൾ ഔട്ട്സ് മാത്രം എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ടൈമിൽ കോൾ ഔട്ട് എന്നുള്ള പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഈ ലോസ് വന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയോണ്ടുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ഇത്ര റിട്ടേൺസാണ് കിട്ടുന്നത്, ഇത്ര റിസ്ക് ആണ് വരുന്നത് നമുക്കറിയാം. പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു 2.5 ലക്ഷത്തിൽ നിന്ന് നേരെ 5 ലക്ഷത്തിലോട്ട് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ് തോന്നിയിട്ടുണ്ടോ? അതായത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നുള്ള ഇൻക്രീസിൽ ഇമോഷൻസ് തോന്നാറുണ്ടോ? ഞാൻ ഫസ്റ്റ് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു 5 ലാഖിനായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ സ്വന്തമായിട്ട് എടുക്കാൻ ഒരു 2-3 മാസം കോൾ ഔട്ട് മാത്രം എടുത്തിട്ട് അതിന് ശേഷം
സ്വന്തമായിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 5 lakh ഗ്യാപ്പിനാണ്. കറക്റ്റ് ഓക്കെ എന്നുള്ളതുകൊണ്ട് മാത്രം ഫസ്റ്റ് 1-2 ലോട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്നുള്ള ഒരു ഇതിലെത്തിയപ്പോൾ 5 lakhലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ 10 lakh എത്തി. അതും അത്ര മാനേജ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് വന്നിരുന്നു. ഈ ലോസ് കണ്ട് പാനിക്ക അങ്ങനെ വല്ല സിറ്റുവേഷൻ ഉണ്ടായിരുന്നു? അത് ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ ലോസ് വരുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ചിലപ്പോൾ ഈ പോർട്ട്ഫോളിയോ നല്ല ഇങ്ങനെ ഗ്രീനിലൊക്കെ നിന്നിട്ട് ചിലപ്പോൾ ആ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു 1000 ഒക്കെ ഗ്രീനിലൊക്കെ നിന്നിട്ട് പെട്ടെന്ന് പോർട്ട്ഫോളിയോ നേരെ ഡൗൺ ആയി 5 രൂപ ലോസിൽ വന്നാൽ പോലും അങ്ങനെ ഒക്കെ ഫീൽ ചെയ്യുന്നത്. അത് ഇനീഷ്യലി എനിക്കുണ്ടായിരുന്ന ഒരു ഫീലാണ്. അതായത് പെട്ടെന്ന് നല്ല പ്രോഫിറ്റ് നിന്നിട്ട് ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു ഫീലാണ്. പിന്നെ അതൊക്കെ ഓവർകം ചെയ്ത് ഇപ്പോൾ ഈ ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും എങ്ങനെയാ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ഇതൊരു മന്ത് ആകുമ്പോൾ ഒരു പ്രോഫിറ്റ് എത്തിക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. ഓക്കെ. ഈ എനിക്ക് ഇനീഷ്യലി ഉണ്ടാകുന്ന അതായത് നല്ല പ്രോഫിറ്റ് കിട്ടുമ്പോൾ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ തൗസൻഡ്സ് അറ്റ്ലീസ്റ്റ് 10,000 ഒക്കെ മുകളിൽ പ്രോഫിറ്റ് വരുമ്പോൾ എന്ന് പറയുക ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പം അങ്ങനെ തോന്നാറുണ്ടോ? ലൈക്ക് ഇത്രയും കിട്ടി എന്നുള്ള രീതിയിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ അങ്ങനെ തോന്നില്ല. അപ്പോൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത്ര പ്രോഫിറ്റ് ആകുമ്പോൾ ഭയങ്കര എൻജോയ്മെൻറ്റും അല്ലെങ്കിൽ ലോസ് ആകുമ്പോൾ ഭയങ്കര സാഡിനും അങ്ങനെയൊന്നും തോന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊരു ജേർണി പോലാണ്. ഇനീഷ്യലി ആണെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ ഒരു IT സ്റ്റോക്കാണ്, ആ സ്റ്റോക്ക് ഇപ്പോൾ ഇല്ല. ഞാൻ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ചെറിയൊരു പ്രോഫിറ്റാണ്, 10-300 ചില്ലാൻ രൂപ കിട്ടി. മൈൻട്രി അത് തന്നെ 10-300 ചില്ലാൻ രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ അന്ന് വീട്ടിൽ ഇക്വിറ്റിയിൽ ആദ്യം ചെയ്ത് തുടങ്ങി. വീട്ടിൽ നടന്ന എല്ലാവരെയും പ്രോഫിറ്റും കാര്യങ്ങൾ കാണിച്ചു. അയ്യോ കിട്ടി തീർന്നു ആ ഒരു രീതി. അതിനുമ്പോൾ ഇഷ്ടം പോലെ ലോസ് വരുത്തിയിട്ടുണ്ട്. അതൊന്നുമല്ല, പ്രോഫിറ്റ് 300 എത്ര വന്നു. ലിവറേജ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന്. 5x അല്ല, ഇപ്പോഴല്ലേ 5x. ഞാൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് കുറച്ചുകൂടെ നല്ല ലിവറേജ് ഉണ്ട്. അപ്പം ഇങ്ങനെ കൊണ്ടുപോയി എല്ലാവരെയും കാണിച്ച് ആ സ്റ്റോക്കിന് വില ഉണ്ടായിരുന്നു, കാണിച്ച് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഇപ്പോൾ എനിക്ക് ക്യാപിറ്റൽ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കേസ് പറയുകയാണെങ്കിലും എനിക്ക് ഇതുപോലെ തന്നെ സ്കെയിൽ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലും സ്കെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് സെല്ലിങ്, ഞാനും സെല്ല് ചെയ്യുന്ന ഒരാളാണ്. സെല്ലിങ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇത്ര വരുമ്പോൾ നമുക്ക് ഇത്ര റിട്ടേൺസ് കൂടുതൽ കിട്ടും. ചിലപ്പോൾ 10K എബോവ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും കിട്ടും. ആ എക്സൈറ്റ്മെൻറ്റ് എന്താണ് പതിയെ അത് ഒരു നോർമൽ ഇതിപ്പോൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും എന്താണ് ഒരേ വികാരം. ഇതൊക്കെ തന്നെ വന്നാലും ഇത്രേ വരിക, പോയാലും ഇത്രേ വരിക. അതെനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് വിനീതിനും അല്ലേ? നമ്മൾ ട്രേഡിങ്ങിൻ്റെ കാര്യം എല്ലാവരും ഈ ഗ്ലാമറസ് ജേർണി ഒക്കെ പറയുന്ന സമയത്ത് കുറേ പേര് പറയാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം പറയാത്തൊരു കാര്യമുണ്ട്. അത് ഫുൾ ടൈം ട്രേഡേഴ്സിൻ്റെ കാര്യം കേട്ടോ ഞാൻ എസ്പെഷ്യലി എടുത്ത് പറയുന്നത്. ലോൺലിനെസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഷെയർ ചെയ്യാൻ ആരുമില്ല, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഷെയർ ചെയ്യാൻ ആരുമില്ല, ഒരാൾ ഡിസ്കസ് ചെയ്യാൻ ആരുമില്ല. നമ്മളുടെ സോഷ്യൽ സർക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു സർക്കിളായിരിക്കും നമ്മൾ കോളേജ് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത്. അത് കുറഞ്ഞ് നല്ല രീതിയിൽ ചെറുതായിട്ട് വരുന്നുണ്ട്. അത് ശരിക്കും എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇനി ഇത് ഭയങ്കര എക്സ്ട്രോട്ട് ക്യാരക്ടറലായിരുന്നു? അല്ലല്ല, എനിക്ക് ആകെ കുറച്ച് സുഹൃത്തുക്കൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ട്രേഡിങ്ങിൽ വന്നതിന് ശേഷം ഇപ്പോൾ അധികം സുഹൃത്തുക്കൾ എന്ന് പറയാൻ ആദ്യം ഉണ്ടായിരുന്ന ആ സുഹൃത്തുക്കൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു എന്താണ് ലോൺലിനെസ് തോന്നാറുണ്ടോ? അത് ആദ്യമൊക്കെ ഈ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും, ഇപ്പോൾ ലോസ് വരുമ്പോഴാണ് മെയിനായിട്ട്. ലോസ് വരുമ്പോൾ ഇത് എത്ര ലോസ് വരുമ്പോൾ നമ്മളെ ഒരു പുഷ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു സ്ക്രീനിൻ്റെ മുന്നിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുക. പ്രോഫിറ്റ് ആയാലും ട്രേഡ് ചെയ്യാലും പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ തന്നെ ഇതാവണം. ഒരു പുറത്ത് ആരോട് അങ്ങനെ പ്രോഫിറ്റ് ആച്ചാൽ പറയും, പക്ഷെ ലോസ് ആകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഇതാക്കി വെക്കണം. അങ്ങനെ ഇത്രയും കാലം ലോസ് വന്നപ്പോഴും ഞാൻ ബാക്കി എല്ലാവരോടും എങ്ങനെയുണ്ട് ട്രേഡിംഗ് എന്ന് ചോദിക്കുമ്പോൾ പ്രോഫിറ്റ് ആണെന്ന് തന്നെ പറഞ്ഞത്. അവർ ഇത്രയും കാലം ലോസ് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ട് എത്ര. കാരണം നമുക്ക് റിയാലിറ്റി അറിയാം. പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയാ കിട്ടുന്നത്, ലോസ് വരുവാണെങ്കിൽ ഇങ്ങനെയാ വരുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് ഇല്ലല്ലേ ഇപ്പോൾ? നല്ല രീതിയിൽ ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇത്ര എന്താ പ്രോഫിറ്റ് എത്രയെന്ന് ചോദിക്കുമ്പോൾ ഒരു ഇത്ര എമൗണ്ടാന്ന് പറയുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവലുണ്ട്. കാരണം ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ജോലിയിൽ നിന്നും ഞാൻ ഈ ഒരു എമൗണ്ട് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഇത്ര എമൗണ്ടാന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട് എല്ലാവർക്കും. പക്ഷേ വിനീത് ഗോത്രൂ ചെയ്തൊരു ജേർണി വെച്ച് നോക്കുമ്പോൾ ഈ റിവാർഡ് ശരിക്കും എന്താണ് ഉള്ളത് തന്നെ, വിനീതിനെ തന്നെ അവകാശപ്പെട്ടൊരു റിവാർഡ് തന്നെയാണ് ആ ഒരു ജേർണി വെച്ച് നോക്കും. കാരണം ഒരു നോർമൽ ടിപ്പിക്കൽ ജോബിനുള്ള ഒരു ഇമോഷൻ അല്ല ഇതിന് വരുന്നത്. 1.5 കൊല്ലത്തോളം നമ്മൾ ലോസിൽ നിന്നിട്ട്
ഒരു ഉരുകിത്തീരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു ഇതിലൊക്കെയാണ് ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും പറയാനില്ല എന്താ ചെയ്യുന്നത്. ആൾക്കാർ ചോദിക്കും എന്താ ചെയ്യണോ ചോദിക്കുമ്പോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ ജോലിയൊന്നും ഇല്ല എന്നുള്ളൊരു ഇത് ചിന്തയാണ് അവർക്ക്. നമുക്ക് അപ്പോൾ ഉള്ളിൽ കുത്തല്ല, കാരണം നമ്മൾ പ്രോഫിറ്റ് ആവുന്നില്ലല്ലോ. നമ്മളെ അക്കൗണ്ടിക്ക് ഇനിയിപ്പോ ഈ ടൈമിലും അക്കൗണ്ടിക്ക് പൈസ വരുന്നുണ്ടെങ്കിലും മറ്റേ പുറത്ത് കാണുമ്പോൾ ഒരു വീട്ടിലിങ്ങനെ ഇരിക്കുക എന്നുള്ളൊരു ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പുറത്ത് ചോദിക്കുമ്പോഴും ട്രേഡിങ്ങിന് ആർക്കും അധികം അങ്ങനെ അറിയില്ല. അപ്പൊ ആ ഒരു പറയുമ്പോൾ ഒരു ആ ഗ്ലാമറസ് ഇത് ആ ജോബിന്റെ അത്ര ഒരു ഇത് തോന്നലില്ല. ഓക്കെ, ലൈക്ക് അത് ഞാൻ അതാ പറഞ്ഞു വന്നത്, ലൈക്ക് ആ ഒരു ജേർണി ത്രൂ കടന്നു വന്നതാണ് വിനീത്. ഇപ്പോഴാണെങ്കിലും ചിലപ്പോൾ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവും, നമുക്ക് നമ്മുടേതായ കുറച്ച് ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷേ അതിലൂടെ ഗോ ത്രൂ ചെയ്ത് വരുമ്പോൾ ഈ റിവാർഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, വിനീതിന് അവകാശപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഞാൻ നമ്മൾ കുറച്ചധികം ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും കാണുന്ന ഈ ലോൺ എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലോണിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. വിനീതിൻ്റെ ഒപ്പീനിയൻ എന്താ? ലോൺ എടുത്ത് ശരിക്കും ട്രേഡ് ചെയ്യുന്നത് ഓക്കെ ആയിരിക്കുമോ? ലോൺ എടുത്ത് ട്രേഡ് ചെയ്യാൻ പറയുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ചെയ്യാൻ അറിയണം ആദ്യം. കറക്റ്റ് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലോൺ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. ലോൺ എടുത്ത് ട്രേഡ് ചെയ്യണം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ ലോൺ എടുത്ത് ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടി ഓക്കെയാണ്. എത്ര നാൾ നമ്മൾ ട്രേഡ് ചെയ്ത ഒരു നെറ്റ് പ്രോഫിറ്റബിൾ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ലോൺ എടുത്ത് ട്രേഡ് ചെയ്യാനും മാത്രം ഒരു പ്രാപ്തരാകുക എന്ന് തോന്നുന്നു? അത് കുറച്ച് വർഷം നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ തോന്നാം. ഒരു കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ്, ഞാൻ ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും അത്യാവശ്യം ഒരു മനസ്സിലായി എന്നുള്ളൊരിതാവുമ്പോൾ ലോൺ എടുത്താലും അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെ ആകുമ്പോൾ അത്ര ഇഷ്യൂ ഇല്ല, കറക്റ്റ് മാനേജ് ചെയ്യാറ്. നമ്മളപ്പോൾ ലോൺ എടുത്ത് ട്രേഡ് ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ എനിക്കും അതിനോട് ഇനീഷ്യലി എന്താണ് ഒരു നോ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആൻസർ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ആദ്യമേ ലോൺ എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് ഇമോഷൻസ് ആയിരിക്കും, അയ്യോ ഇത് തിരിച്ചു കൊടുക്കണമല്ലോ, ഇത് ലോസ് ആയി എന്ത് ചെയ്യും. ചിലരാണെങ്കിൽ അതിന് വേണ്ടി തന്നെ ഓവർ ട്രേഡ് ചെയ്തിട്ട് ലോൺ എടുക്കുമ്പോൾ ആ ഒരു ഇത് ബുദ്ധിമുട്ട് വരും. ഒരുപാട് ഓവർ ട്രേഡ് എടുക്കല്, ഇത് ഈ ലോൺ അടയ്ക്കാനുള്ള ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് കൂടുതൽ ട്രേഡ് എടുക്കലും പിന്നെ അതിന് കൂടുതൽ ലോസ് ആവലും. എൻ്റെ അല്ല, ഇത് ഞാൻ കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു ഇത് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് അപ്പോൾ ലോൺ എടുത്ത് ട്രേഡ് ചെയ്യുന്നതിനെ പറ്റി അപ്പോൾ എനിക്കും ഒരു ചെറിയൊരു നോ അഭിപ്രായമാണ്. വിനീതിന് ഇനീഷ്യലി ഇത് ലോൺ എടുത്ത് ട്രേഡ് ചെയ്യാതിരിക്കണ തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഈ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാവും നമ്മുടെ പിന്നെ ട്രേഡ്സ് വരിക. അപ്പോൾ ഓവർ ട്രേഡ് ആവാം, പിന്നെ കറക്റ്റ് നമ്മുടെ ഇമോഷണലി കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കൊല്ലമൊക്കെ അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ നല്ല നെറ്റ് പ്രോഫിറ്റബിൾ ആയിട്ട് 1-2 കൊല്ലമൊക്കെ പോവാണ്, നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന എന്താ, നമുക്കൊരു ബോധമുണ്ട്, ഇന്ന പോലെ ചെയ്യുന്നത്, എൻ്റെ റിസ്ക് എനിക്കറിയാം, റിവാർഡ് കിട്ടുവാണെങ്കിൽ ഇത്രയാണ് കിട്ടുന്നത്, ലോസ് വന്നാൽ എനിക്ക് ഇത്രയാണ് വരുന്നത് എന്നുള്ളൊരു ബോധം ഉള്ളിടത്തോളം നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലാതെ ലോൺ എടുത്ത് ട്രേഡ് ചെയ്യുന്നതും ശരിക്കും അബദ്ധം തന്നെയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും സംസാരിച്ചൊക്കെ വന്നു. ഈ ട്രേഡിങ്ങിൽ ശരിക്കും വിനീതിനെ എന്താണ് ഒരു ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയും, ഇപ്പോൾ ഇപ്പോൾ അമ്മയുടെ കേസ് പറഞ്ഞു, ചേട്ടൻ്റെ കേസും പറഞ്ഞു, അപ്പോൾ ഇവരെ തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ആരാണ് ശരിക്കും പറഞ്ഞ ഒരു കംഫർട്ടായിട്ട് തോന്നിയത്? അതായത് നീ ചെയ്തോ, ട്രേഡ് ചെയ്തോ, കുഴപ്പമില്ല, ഓക്കെ ശരിയാകുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിച്ച ഒരാളുണ്ടാവില്ലോ അവിടെ. ഇത് ശരിക്കും ആരാ വിനീതിൻ്റെ കേസ് വരുന്നത്? അത് കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഏട്ടൻ തന്നെയാണ്. ഇതിലിപ്പോൾ കൂടുതൽ എമൗണ്ട് അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങി തരാണെങ്കിലും ഇതിപ്പോൾ ഏട്ടപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം ഇരുന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരേ ഇത് സെല്ലിങ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാളും സെയിം സ്ട്രാറ്റജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രേഡിങ്ങിന് മൊത്തം ഇതിൽ ഏട്ടൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. ഏട്ടൻ ജോലി ചെയ്യുന്നുണ്ടോ? മുന്നേ ജോലി ചെയ്തിരുന്നു, IT കമ്പനി വിപ്രോയിലും കോഗ്നിസൻ്റൊക്കെ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫുൾ ടൈം ട്രേഡിങ് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ഇതായി എന്താ ജോലി വേണ്ട എന്നുള്ള മറ്റേ IT കമ്പനിയിൽ ഒരു മടുപ്പ് തോന്നിയിരുന്നു, ഒരു പ്രഷർ അധികമായിട്ട്. അപ്പൊ അങ്ങനെയാണ് ഒഴിവാക്കി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ചേട്ടനും ഉണ്ട് ഫുൾ ടൈം ട്രേഡിംഗ് ആയിട്ട്? ഏട്ടൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, ഒരു മാസത്തിന്റെ അടുത്തായിട്ടേ ഉള്ളൂ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണല്ലേ, നമുക്ക് എപ്പോഴും ഒന്ന് ചെന്ന് എന്തെങ്കിലും പറയാനോ സങ്കടം പറയാനോ ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രേഡിങ്ങിന് ഒരു ലോൺലിനെസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ലോൺലിനെസ് പാർട്ട് എന്ന് പറയുന്നത് കവർ ചെയ്ത വിനീതിന്റെ ശരിക്കും പറഞ്ഞാൽ ചേട്ടനായിരിക്കും അല്ലേ? ആ ഒരു ട്രേഡിങ്ങിൽ ആദ്യമൊന്നും ഏട്ടൻ ഇതിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏട്ടൻ അധികമായിട്ടില്ല ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ
ആദ്യമൊക്കെ ഇങ്ങനെ ഇതിന്റെ കറക്റ്റ് എന്താ ലോസ് വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാ ലോസ് വന്നു അങ്ങനെയൊന്നും ഇതിന്റെ ഏട്ടനും അറിയാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ഇത്ര ഇതായിരുന്നില്ല, അതിനെ കുറിച്ച് അധികം അറിഞ്ഞില്ല. അപ്പോൾ അത് ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു, ഇതിന് ആരോടും അങ്ങനെ പറയുന്നില്ല ഈ ലോസ് വന്നാലും ഇതൊക്കെ. പക്ഷെ ഇപ്പോൾ വെച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടി ട്രേഡ് എടുക്കല്. ഇപ്പോൾ എൻ്റെ അതേ സ്ട്രാറ്റജി തന്നെയാണ്, ലോസ് വന്ന ഏട്ടന് ലോസ് വരും. അപ്പോൾ രണ്ടാളും കൂടി കറക്റ്റ് ആയിട്ട് ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. മുന്നേ ഏട്ടന് ഇതിനെ കുറിച്ച് അങ്ങനെ അറിയാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ പറ്റിയില്ല. അപ്പൊ കറക്റ്റ് ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇതിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ, അതായത് വീടിന്റെ അടുത്തോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ട്രേഡ് ചെയ്യുന്നൊക്കെ ആയിട്ട് അറിയോ പരിചയത്തിൽ? എൻ്റെ ഒരു കസിൻ ഇപ്പോൾ മില്യൺ ഡോട്ട്സിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവര് ഇപ്പോൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ബാച്ചിലോട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ അതല്ലാതെ ഇപ്പോൾ നമ്മൾ പറയത്തില്ല എൻ്റെ നാട്ടിൽ ഇന്ന ചേട്ടൻ ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന ആള് ട്രേഡ്, അങ്ങനെ പരിചയമുള്ളവരെ ഉണ്ടോ? ഇല്ല. വിനീതിന്റെ നാട്ടിൽ ചിലപ്പോൾ വിനീതായിരിക്കില്ലേ അങ്ങനെ ആ ചേട്ടൻ എൻ്റെ ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിലോട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും അതേപോലെ ട്രേഡിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയാണ് നമ്മുടെ ഒരു ക്രൂഷ്യൽ പാർട്ട്, സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് നമുക്ക് വരാം. സ്ട്രാറ്റജിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വിനീത് ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്? ഞാൻ CS ക്രെഡിറ്റ് സ്പ്രെഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് ഇപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് നേക്കഡ് സെല്ലിംഗ് ചെയ്യാം, നേക്കഡ് ബൈയിങ് ചെയ്യാം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഈ നേക്കഡ് സെല്ലിംഗ് ബൈയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, നേക്കഡ് സെല്ലിംഗ് ചെയ്യുമ്പോൾ അൺലിമിറ്റഡ് ലോസ് വരും. നമ്മൾ ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഒരു സെൽ സ്ട്രൈക്കും ഉണ്ടാവും, ഒരു ഹയർ പ്രീമിയത്തെ നമ്മൾ സെല് ചെയ്തിട്ട് ഒരു ലോ പ്രീമിയം സ്ട്രൈക്കിനെ നമ്മൾ ബൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഇവിടെ അൺലിമിറ്റഡ് ലോസിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല, അൺലിമിറ്റഡ് ലോസ് വരില്ല, ലോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നോർമൽ സെല്ലിങ്ങിനേക്കാളും ഒരു പടി കുറവുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഗുണമുള്ളൊരു സ്ട്രാറ്റജിയാണ് ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ഇനീഷ്യലി ക്രെഡിറ്റ് സ്പ്രെഡ് തന്നെയാണോ ചെയ്തിരുന്നത് അതോ വേറെ ഏതെങ്കിലും സ്ട്രാറ്റജി ഫോളോ ചെയ്തിരുന്നോ? അല്ലല്ല, ഇനീഷ്യലി എൻകൗണ്ടറാണ് ചെയ്തിരുന്നത്. അപ്പോൾ രണ്ട് സൈഡും ട്രേഡ് ബിൽഡ് ചെയ്ത് സ്ട്രൈക്ക് ബിൽഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരുന്നു. ക്രെഡിറ്റ് സ്പ്രെഡ്സ് തന്നെ രണ്ട് സൈഡിലും ബിൽഡ് ചെയ്യുന്നതാണ് എൻകൗണ്ടർ അല്ലേ? അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും ബിൽഡ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ കറക്റ്റ് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ക്രെഡിറ്റ് സ്പ്രെഡിലേക്ക് വന്നത്. ഒറ്റ സൈഡ് മാത്രമേ ഇപ്പോൾ ഒറ്റ സൈഡ് മാത്രമായിട്ടും എടുക്കുകയുള്ളൂ, അതായത് ക്രെഡിറ്റ് സ്പ്രെഡ് മാത്രമായിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ചോദിക്കട്ടെ, അതായത് നമുക്ക് മാർക്കറ്റിൽ ഇൻഡിസിഷൻ ആണ്, എനിക്കറിയത്തില്ല ട്രേഡ് എങ്ങോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സ്പ്രെഡ് തന്നെ ബിൽഡ് ചെയ്യുമോ അതോ IC ആയിട്ട് അപ്പോൾ ബിൽഡ് ചെയ്യാറുണ്ടോ? അല്ല, മാർക്കറ്റിന്റെ ഓവറോൾ ഡയറക്ഷൻ നോക്കും, പിന്നെ ഈ PCR റേഷ്യോ അത് നോക്കും. അത് രണ്ടും കൂടി നോക്കിയിട്ട് മെയിനായിട്ട് ട്രേഡ് എടുക്കല്. അപ്പോൾ കറക്റ്റ് ഒരു ഡയറക്ഷൻ കിട്ടലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ അപ്പോൾ അങ്ങനെ ഒരു ഇൻഡെസിഷൻ മൂവ്മെന്റിലോട്ട് വന്നിട്ടില്ല, അതായത് എങ്ങനെ വന്നാലും ആ ഒരു ഡയറക്ഷനിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതിന് ശേഷം ക്രെഡിറ്റ് സ്പ്രെഡ് തന്നെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ നോക്കിയിട്ട് മാത്രമേ. ഇപ്പോൾ ഇൻ ലാക്സ് തന്നെ ഇപ്പോൾ ക്യാപിറ്റലുണ്ട്, എനിക്ക് തോന്നുന്നു ഇപ്പം നല്ല രീതിയിൽ തന്നെ ഒരു ക്യാപിറ്റലുണ്ട്. അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ ഫുള്ളായിട്ട് ഒരു ട്രേഡിൽ ഡിപ്ലോയ് ചെയ്യുമോ അതോ എങ്ങനെയാണ് ഡിപ്ലോയ്മെൻ്റ് ഒക്കെ വരുന്നത് ട്രേഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ? ഇതിപ്പോൾ ഒരു ലോട്ടിനുള്ള എമൗണ്ട് ഒരു 50,000 ക്യാപിറ്റൽ മാറ്റി വെച്ചിട്ട് ബാക്കി ഫുൾ എമൗണ്ട് ട്രേഡ് ചെയ്യലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 50,000 അല്ല ഒരു 15,000 കൂടി പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലും ആ 15,000 കൂടി ആഡ് ചെയ്തിട്ട് തന്നെ സെല്ലിങ് ചെയ്യല്. ഒരു ബാക്കി ഒരു എമൗണ്ട് ഒരു 40,000 50,000 മാത്രമേ ബാക്കി വെക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ബാലൻസ് വെക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഹോൾ ക്യാപിറ്റലല്ലേ അപ്പോൾ റിസ്ക് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ടെൻഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, അത് ഇപ്പോൾ ലോസ് വരികയാണെങ്കിൽ ഇത്രേ ലോസ് വരുള്ളൂ എന്ന് ഞാൻ കറക്റ്റ് നോക്കി വെക്കലുണ്ട്. അപ്പോൾ ആ ലോസിൽ തന്നെ കറക്റ്റ് എക്സിറ്റ് ആവാൻ പറ്റലുണ്ട്. അത് വളരെ ചുരുക്കം പ്രാവശ്യം അതിലും കൂടുതൽ ലോസ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ വിനീത് ഇൻട്രാഡേ ട്രേഡ്സ് ആണോ എടുക്കുന്നത്, പൊസിഷണൽ ട്രേഡ്സ് ആണോ എടുക്കുന്നത്? അല്ല, ഞാൻ തലേദിവസം ഇപ്പോൾ എക്സ്പയറിയുടെ തലേദിവസം ഒരു എൻട്രി എടുത്തിടലുണ്ട്, പിന്നെ ഇൻട്രാഡേ ആയിട്ട് മാറ്റലുണ്ട്. ഇൻട്രാഡേ അല്ല, തലേദിവസം എടുക്കുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് പൊസിഷണൽ ട്രേഡ്സ് പോലെ തന്നെയാണ്. അപ്പോൾ ഈ പൊസിഷണൽ ട്രേഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, അതായത് ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പും. അപ്പോൾ ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും വരുന്ന സമയത്ത് ട്രേഡിങ്ങിനെ എഫക്റ്റ് ചെയ്യാറുണ്ടോ പൊതുവേ? ഇല്ല, ഇതിപ്പോൾ ഞാൻ എടുത്ത എല്ലാ സ്ട്രൈക്കിലും ഓൾമോസ്റ്റ് ഇത് ഞാനിപ്പോൾ CS ബിൽഡ് ചെയ്ത അതേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഓപ്പോസിറ്റ് വന്നാലും ആ ലോസ് വരുന്ന അത്ര എമൗണ്ടിലേക്ക് ഒരു വന്നിട്ടില്ല. അത് വളരെ ചുരുക്കം വരലുള്ളൂ ലോസ്. അങ്ങനെ അത്ര ആ സ്ട്രൈക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് താഴെ പോയിട്ട് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ PCR ഒക്കെ നോക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ എന്താണ് ലൈക്ക് വിനീത് എങ്ങോട്ടാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്സ് വിനീത് ബിൽഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ തവണയും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ മാസം തന്നെ ആകെ ഒരു 2 പ്രാവശ്യം ലോസ് വന്നുള്ളൂ. ലോസ് കുറവാവല്ല, കുറവുണ്ട്. ഈ ആകെ
ചുരുക്കം പ്രാവശ്യം ലോസ് വരലുള്ളൂ, അധികം പ്രോഫിറ്റ് തന്നെ ആവില്ല. അതായത് കൂടുതലും പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ്പയറിയുടെ അന്നല്ല, എക്സ്പയറിയുടെ തലേന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണോ സ്റ്റോക്ക് ഓപ്ഷൻസ് എടുക്കാറുണ്ടോ? ഇല്ല, ഇൻഡെക്സ് മാത്രം. അപ്പോൾ ഏതൊക്കെ ഇൻഡെക്സ് എടുക്കാറുണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ? നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പിന്നെ മിഡ് ക്യാപ്പ് കൊടുക്കാറുണ്ട്. ആണ് ഇപ്പോൾ ഇത്രയും മിഡ് ക്യാപ്പ്, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാം എടുക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എക്സ്പയറിയുടെ തലേന്ന് എടുക്കും. എക്സ്പയറിയുടെ തലേന്ന് എടുത്തിട്ട് പിറ്റേ ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യും. എത്ര പ്രീമിയത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ട്രേഡ് എടുക്കാറ്? ഒരു 10 പ്രീമിയം ഒക്കെ കിട്ടലുണ്ട് എല്ലാ സ്ട്രൈക്കിലും. ഡിസ്റ്റൻസ് എത്രയുണ്ടോ സ്പോട്ട് സ്ട്രൈക്ക് എന്ന് പറയുന്നത്? ഇതിപ്പോ നിഫ്റ്റിയിലാണെങ്കിൽ ഒരു 250 അല്ലെങ്കിൽ 250യുടെ മുകളിലേക്കുള്ള സ്ട്രൈക്ക് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നിഫ്റ്റിയിലാവുമ്പോഴും ഫിൻ നിഫ്റ്റിയിലാവുമ്പോഴും 250 വെക്കലുണ്ട്. ബാങ്ക് നിഫ്റ്റി ആകുമ്പോൾ 700 എബോ വെക്കലുണ്ട്. മിനിമം 700 ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. മിഡ് ക്യാപ്പിലാവുമ്പോൾ ഒരു 150യുടെ അടുത്തായിട്ട് വെക്കലുണ്ട്. ഈ മിഡ് ക്യാപ്പിലൊക്കെ എടുക്കാൻ നേരം PCR ഒക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, മിഡ് ക്യാപ്പിൻ്റെ കേസ് വരുമ്പോൾ നമുക്കറിയാം ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ കുറവുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ മിഡ് ക്യാപ്പിൽ എന്താണ് നമ്മൾ ഈ PCR ഒക്കെ നോക്കുമ്പോൾ വാലിഡ് ആയിട്ട് വരാറുണ്ടോ? അതായത് മാനിപ്പുലേഷൻസ് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വാലിഡ് ആവാറുണ്ടോ അവിടുത്തെ PCR കാര്യങ്ങളും നോക്കുന്ന സമയത്ത്? PCR അല്ലാണ്ട് പിന്നെ മാർക്കറ്റിന്റെ ഓവറോൾ ഡയറക്ഷൻ നോക്കലുണ്ട്. എങ്ങനെയാണ് നോക്കാറ്? വൺ ഡേ ടൈം ഫ്രെയിമിൽ ഓവറോൾ ഡയറക്ഷൻ, ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്ത്, പിന്നെ എത്രത്തോളം ഇന്ന് എത്രത്തോളം പോയിന്റ് മൂവ് ചെയ്തു, അതിനനുസരിച്ചൊക്കെ ഇതിന്റെ സ്ട്രൈക്കിന്റെ ഡിഫറൻസ് മാറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് അതായത് നല്ല ട്രെൻഡിങ് മാർക്കറ്റാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റ് ഒരു 250 പോയിന്റ്സ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ട്രൈക്സ് ചിലപ്പോൾ ഒരു 200 പോയിന്റ് ഡിഫറൻസിലാവും. പിന്നെ അടുത്ത നാളേക്കുള്ള മിഡ് ക്യാപ്പ് നോർമലി എടുക്കുന്ന 150, ഇങ്ങനെ വരുവാണെങ്കിൽ 250 പോയിന്റ്സ് ഒരു സേഫ് ആയിട്ട് മാക്സിമം എടുക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് തലേന്ന് എടുക്കും, എക്സ്പയറിയുടെ തലേന്ന് എടുക്കും. ഒരു ഓരോ ഇൻഡെക്സുകൾക്ക് അനുസരിച്ച് എന്ത് പറ്റും, ഡിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ട്, സ്പോട്ട് ടു സ്ട്രൈക്ക് എന്ന രീതിയിൽ ചേഞ്ച് ഉണ്ട്. PCR നോക്കും, PCR നോക്കിയിട്ട് എൻട്രി എടുക്കും. പിന്നെ ടെക്നിക്കൽസ് ആണ് മേജറായിട്ട് നോക്കാറല്ലേ? സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണോ നോക്കുന്നത്, അതോ എന്താണ് നോക്കുന്നത് അതിൽ? സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കലുണ്ട്, അധികം SMC നോക്കലുണ്ട്. ആണല്ലേ? SMCയിൽ റിവേഴ്സൽ വരുമ്പോൾ അതിനനുസരിച്ച് ഈ സ്ട്രൈക്ക് മാറ്റലുണ്ട്. അപ്പോൾ റിവേഴ്സലാണെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കാറ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, മാർക്കറ്റ് നല്ല ബുള്ളിഷാണ്, പക്ഷേ PCR ഡേറ്റയൊക്കെ പറയുന്ന മാർക്കറ്റ് ബെയറിഷാണ്, OAയും പറയുന്ന മാർക്കറ്റ് ബെയറിഷാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും? അതിന്റെ ഒന്നാമത് ഞാൻ കൂടുതലും കൺസിഡർ ചെയ്യുക മാർക്കറ്റിന്റെ ഡയറക്ഷനാണ്. മാർക്കറ്റിന്റെ 1 ഡേ ടൈം ഫ്രെയിമിലെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യും. ഇത് ഡിഫറെന്റ് ആണെങ്കിലും 1 ഡേ ടൈം ഫ്രെയിമിലെ ഡയറക്ഷൻ അനുസരിച്ച് കുറച്ചും കൂടി അധികം ട്രേഡ് എടുക്കുക. അപ്പോൾ PCR കാര്യങ്ങളും ഒക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന രീതിയിൽ മാത്രം നോക്കിയിട്ട് കൂടുതലും ആ ഇൻഡെക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രം. ഓക്കെ, നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. പൊസിഷൻസ് ഉണ്ടോ, ഹോൾഡിംഗ് ഉണ്ടോ? ലൈക്ക് ഞാൻ നേരത്തെ വന്നപ്പോഴും ചോദിച്ചിരുന്നു, നമ്മുടെ ഫെഡ് മീറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ട്രേഡ് പുഷ് ചെയ്യാറുണ്ട്? ഇല്ല, ഞാൻ ന്യൂസ് നോക്കലുണ്ട്, പക്ഷെ ഇന്ന് അങ്ങനെ നോക്കാൻ പറ്റിയിട്ടില്ല. അതാ ഞാൻ പിന്നെ ഇന്ന് നിഫ്റ്റി എൻട്രി എടുത്തത്. അതിന് ശേഷമാണ് ഫെഡ് മീറ്റിന്റെ അറിഞ്ഞത്. ഓക്കെ, ടെൻഷൻ ഉണ്ടോ? ഇല്ല, ഇൻ കേസ് ലോസ് വന്നാൽ പോലും അത്രേ വരുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കത് റിക്കവർ ചെയ്യാവുന്ന ഒരു ലോസ് ആണെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ഇപ്പോൾ വിനീത് ഇത്രയും നേരം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. വിനീതിൻ്റെ ഒരു ജേണി, കാര്യങ്ങൾ, ഇപ്പോൾ 1.5 വർഷത്തെ ഒരു സ്ട്രഗിൾ, അത് കഴിഞ്ഞിട്ടാണ് പ്രോഫിറ്റബിൾ. അപ്പോൾ 2 വർഷത്തെ മൊത്തം കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടാതെ ലൈക്ക് നമ്മൾ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനി ട്രേഡിങ്ങിലോട്ട് വരുന്ന ഒരാൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? എനിക്ക് ഒരുപാട് പറ്റിയ മിസ്റ്റേക്കാണ്. ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയ ടൈമിൽ ഒരു ട്രേഡിങ്ങിന്റെ റൂൾസിനേക്കാളും കൂടുതൽ അതിന്റെ പ്രോഫിറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രേഡ് ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ട്രേഡ് എടുക്കും, അത് കൂടുതൽ ലോസ് ആവും. അങ്ങനെയാണ് ഒരുപാട് പ്രാവശ്യമൊക്കെ. പിന്നെ കുറേ മിസ്റ്റേക്ക് അങ്ങനെയാണ് പറ്റിയത്. പിന്നെ കറക്റ്റ് ഒരു എമൗണ്ട് വെച്ചിട്ട് കറക്റ്റ് മാനേജ് ചെയ്യും വേണം. പക്ഷെ കൂടുതലും ഇങ്ങനെ ഈ പ്രോഫിറ്റിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനേക്കാളും കൂടുതൽ ട്രേഡിങ്ങിന്റെ റൂൾസിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഒന്നും കൂടി പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഇമോഷൻസ് മാറ്റി വെച്ച്, അതായത് പൈസ എന്നുള്ള ആസ്പെക്ട് മാറ്റി വെച്ച് എല്ലാവരും പൈസ ഉണ്ടാക്കാനാണ് വന്ന് ട്രേഡിങ്. പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ
ഈ ഒരു പൈസ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഈ പഠിക്കണ വരെ ഒരു പ്രോഫിറ്റിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഒരു ട്രേഡിങ്ങിൻ്റെ റൂൾസിക്ക് ഫോക്കസ് ചെയ്യാൻ ഒന്നുകൂടി പെട്ടെന്നാവാൻ പറ്റും. ഒരു കൊല്ലെങ്കിലും നമ്മൾ മിനിമം കൊടുക്കണോ ഈ ഒരു ട്രേഡിങ്ങിന്? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു എഡ്ജ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു കൊല്ലമെങ്കിലും കൊടുക്കണോ? ഇതിപ്പോൾ ട്രേഡിങ്ങിലാവുമ്പോഴാണ് ഓരോരുത്തർക്ക് ഒരു മാസം വന്നാൽ നെക്സ്റ്റ് മന്ത് പ്രോഫിറ്റ് ആവണം, ഈ 100% ഒക്കെ പ്രോഫിറ്റ് ആവണം. ഞാനും അങ്ങനെ വന്നാണ്, പക്ഷെ പിന്നെയാണ് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയത്. ഇതിപ്പോൾ ഏതൊരു ബിസിനസ്സിനെ പോലെ ഇപ്പോൾ ഈ ലോസും ബ്രേക്ക് ഈവനും പ്രോഫിറ്റ് അങ്ങനെ തന്നെയാണ് എല്ലാ ട്രേഡേഴ്സും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈം എന്തായാലും വേണ്ടി വരും. അത് നമ്മൾ കൊടുക്കുക തന്നെ വേണമല്ലേ. ഇപ്പൊ നമ്മൾ പൊതുവെ കണ്ടുവരുന്നതാണ്, ഈ ട്രേഡിങ്ങിലോട്ട് വന്ന ഉടനെ പ്രോഫിറ്റ് കിട്ടുന്നില്ല, പിന്നെ അങ്ങോട്ട് ഇതൊന്നും അങ്ങനെയല്ല, മൊത്തം സ്കാം ആണ്, കളിപ്പീരാണ് എന്ന് പറഞ്ഞിട്ട് നേരെ വിട്ട് ഓക്കെ ട്രേഡിംഗ് ഒന്നും അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ശരിക്കും അങ്ങനെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? അധിക പേരും ലോസ് ആവണ ഇങ്ങനെയാണ്. മറ്റേ ഫസ്റ്റ് ഒരു ടൈം കൊടുക്കാനല്ലേ, ഞാനും അങ്ങനെ വന്ന് ഒരു മാസം ഫസ്റ്റ് പ്രോഫിറ്റ് ആണ് വിചാരിച്ചിട്ട് വന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിന് ഇത്ര എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് ഇതിക്ക് ഇപ്പോൾ ഒരു പ്രോഫിറ്റബിൾ എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയത്. പക്ഷെ ആ ഒരു എഫേർട്ട് പലരും ഇടുന്നില്ല തോന്നുന്നു. ഫസ്റ്റ് തന്നെ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് അതിലേക്ക് എത്താതിരിക്കുമ്പോൾ കുറേ പേര് നിർത്തിപ്പോവും. പിന്നെ ഗാംബ്ലിംഗ് ആയി അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവ് വരികയാണ്. ഓക്കെ, വിനീതിന് എന്താ തോന്നുന്നത്? ഇതൊരു ഗാംബ്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? അത് ഇതെന്ന് പറയുന്ന ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് വിനീതിന് അതിൽ തോന്നുന്നത്? ഇത് ഒരിക്കലും ഗാംബ്ലിംഗ് അല്ല. ഗാംബ്ലിംഗ് ആകുമ്പോൾ 50-50 ചാൻസ് ആണ്. ഇത് ഞാൻ ഇപ്പോൾ എടുക്കണ ഓരോ ട്രേഡിലും ഒരു 85-90% എനിക്ക് പ്രോഫിറ്റ് ആവുന്നൊരു ഉറപ്പുണ്ട്. അതിപ്പോൾ ലോസ് ആയാലും ഇത്ര ലോസ് വരികയെന്നും പ്രോഫിറ്റ് ആവുകയാണെങ്കിൽ ഒരു 85-90% പ്രോഫിറ്റ് ആവുക എന്നാണ് ഉറപ്പുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഗാംബ്ലിംഗ് അല്ല. വിനീത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത ഏജ് എത്രയായിരുന്നു? സ്റ്റാർട്ട് ചെയ്ത് 20. അപ്പോൾ ഡസ് ഏജ് മാറ്റർ? നമ്മൾ ട്രേഡിങ്ങിലോട്ട് വരാൻ നേരം ഏജ് എന്ന് പറയുന്നത് ഇതൊരു ഫാക്ടറാണോ ശരിക്കും? ഒരിക്കലല്ല. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് ചെയ്യണത്. ഇതിപ്പോൾ ഏത് ഏജുള്ള ആളാണെങ്കിലും ബൈ അമർത്തിയാലും സെല്ല് അമർത്തിയാലും ഒരേ എമൗണ്ട് തന്നെ വരിക. ഇത് ഏജ് കൂടുതൽ കുറവുള്ളതെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി മാറുക അല്ലെങ്കിൽ പ്രോഫിറ്റ് മാറിയൊന്നുമില്ല. അപ്പോൾ പഠിച്ചെടുക്കാനുള്ള ഒരു മനസ്സ് വേണം, ആ ഒരു ടൈമും കൊടുക്കണം. ആ പഠിച്ചെടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് ഏജ് ആണെങ്കിലും കുഴപ്പമില്ല. ശരിക്കും ഏജ് അല്ല ഇവിടുത്തെ മാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ടും അത് കൊടുക്കാൻ ഏത് പ്രായത്തിലും ഓക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ ചെറുപ്പമാണ് അല്ലെങ്കിൽ അത്യാവശ്യം ഏജ് ആണ് എന്നുള്ളതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ വിനീത് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു സംസാരിച്ചിരിക്കാൻ, കുറേ ഇൻസൈറ്റ്സ് കിട്ടി. അപ്പം ഞാനും ഏകദേശം ആ ഒരു പാറ്റേണിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കും കൂടുതൽ നല്ല രീതിയിലുള്ള ഇൻസൈറ്റ്സ് കാര്യങ്ങൾ കിട്ടി. എന്താണ് കുറേ വിനീതിൻ്റെ ജേർണി കേട്ടതിൽ വളരെ സന്തോഷം. സോ എവ്രി വൺ, നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന വിനീതാണ്. നമ്മൾ വിനീതിൻ്റെ കാര്യങ്ങളും സ്റ്റോറിയും അതേപോലെ വിനീത് എങ്ങനെയാണ് ട്രേഡിങ്ങിൽ നിന്ന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 മാസം വിനീത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റബിൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജേർണി നടന്നതെന്നുള്ള കാര്യമാണ് വിനീത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൂടുതൽ നല്ല ഇൻസൈറ്റ്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു. പെട്ടെന്ന് നല്ല ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആകുക എന്നുള്ള കാര്യം വിനീതിൽ നിന്ന് തന്നെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. വിനീതിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.5 വർഷത്തോളം ഒരു ബ്രേക്ക് ഈവൻ ലോസ് അങ്ങനെ ഒരു രീതിയിൽ നിന്നിരുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് പോലെ തന്നെ ഉണ്ടായി നല്ല രീതിയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന എല്ലാ ട്രേഡേഴ്സിനും, പുതിയതായിട്ടുള്ള എല്ലാ ട്രേഡേഴ്സിനും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഇതേപോലെ തന്നെ സക്സസ്ഫുൾ ട്രേഡറായി മാറട്ടെ. സോ എവ്രിവൺ, ബൈ. ദിസ് ഈസ് എലിസബത്ത് സൈനിങ് ഓഫ്.